വെൽക്കം ടു BBA. കൂടാനുള്ളവരെല്ലാം കൂടിക്കോട്ടോ. വില കൂടിയോ എന്ന് ചോദിക്കുന്നവർക്ക് വേറെ സർപ്രൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വില കുറച്ച് തരാൻ പോകാണ്ട് നമ്മളിന്ന്. അപ്പോൾ 18 Pro Max ഒക്കെ ഇറങ്ങാൻ പോകണം. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് 18 Pro Max ഒക്കെ ഇറക്കാൻ. പക്ഷേ അതിന് മുമ്പ് 17 Pro സീരീസുകളും സാംസങ് ഒക്കെ വില കുറച്ചിട്ട് തരാൻ പോവാണ്. അതുപോലെ സർപ്രൈസ് ഉണ്ട്. ആരാ വന്നിട്ടുണ്ടോ? നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് എത്തിക്കുകയാണ്. അതെ, വില കുറച്ച് തരാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞെട്ടിക്കുന്ന വിലയാണ് മക്കളെ. എല്ലാവർക്കും ഐഫോൺ നമ്മൾ വാങ്ങിപ്പിക്കില്ല, കൊടുക്കൂലേ? കഴിഞ്ഞ വീക്കിൽ നമ്മൾ 17 Pro ഒക്കെ കൊടുത്തത് 4100 അതെ, ഈ വീക്കിൽ നമ്മൾ 4000 ചൂടാന്നല്ല, നല്ലൊരു വില കുറച്ചില്ല. 17 Proക്ക് നമ്മൾ തുടങ്ങാൻ പോവാണ്. നമുക്ക് 15 തുടങ്ങാം. അപ്പൊ ഐഫോൺ 15 എന്താണ് വില കുറഞ്ഞിട്ടായിരിക്കും ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏറ്റവും കുറഞ്ഞിട്ടുള്ളത് നമുക്ക് 15 അതെ 17 ആണ് ഏറ്റവും വില കുറഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളത്. 256 GB ആണ്. കൊടുക്കുന്ന റേറ്റ് 2050. അതെ, 2050 ദിർഹത്തിനാട്ടോ 17E. അപ്പൊ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ആണ്. ഒരുപാട് കളേഴ്സും കാര്യങ്ങളും നാളെ രാവിലെ സ്റ്റോക്ക് വരും. എന്നാലും കൊടുക്കും 2050 എല്ലാവരും കൊടുക്കും. അതെ, 2050 256 GB 17E പുതിയ ഫോൺ. ഒരുപാട് മാർക്കറ്റിലെ ഫോൺ ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് എടുക്കാൻ പുതിയ 1 year ഇന്റർനാഷണൽ വാറന്റി ഒക്കെ എടുത്തോ. ദസാന 17E പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ആപ്പിളിന്റെ അവരെന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് വില കൂടാൻ പോകണം. ചിപ്പിന്റെ ഇഷ്യൂ വന്നതോട് കൂടിയിട്ട് ചിപ്പിന് വമ്പിച്ച വില കൂടുതലാണ്. ഓൾറെഡി ലാപ്ടോപ്പിനൊക്കെ പിടുത്തം വിട്ട് ഇനിയിപ്പോൾ അടുത്തത് ഐഫോണിലാണ്. ഐഫോൺ ഓൾറെഡി അതിന് കൂടി, ടാബിന് കൂടി, എല്ലാത്തിനും കൂടി പോവാണ്. കാരണം ചിപ്പിന്റെ ലെവലാണ്. 18 Pro Max ഇറങ്ങുന്നതൊക്കെ വില കൂടിയിട്ടാണ് ഇപ്പം തന്നെ അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വില കൂടുകയാണ്. ഞാൻ ഇപ്പോൾ നാട്ടിൽ പോകുന്ന സമയം 2 മാസം മുന്നേ ഐഫോൺ 15 കൊടുത്തത് 2000 ദിർഹംസിനാണ് 128. ഇപ്പൊ ഞാൻ കൊടുക്കാൻ പോകുന്നത് 2200 ദിർഹംസ് ജാസ്തി ആയിട്ടാണ്, കൂടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഐഫോൺ ചെറിയ മോഡലൊന്നും കുറഞ്ഞിട്ടില്ല, വലിയ മോഡൽ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ചെറിയ മോഡലും അത്യാവശ്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2300 ഒക്കെ ഉണ്ടായിരുന്നു, 100 ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2200 നമുക്ക് 15 128 GB കൊടുക്കും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ OnePlus ഫോണുകളൊക്കെ ഇപ്പൊ പുതിയ ഇറക്കി. ഞാൻ ഇന്നലെ ഒരു റിവ്യൂ എന്താ കണ്ടത്, അതിൽ ആകെ റാം വെച്ചിട്ട് 4 GB റാമേ വെച്ചിട്ടുള്ളൂ. 8 GB റാം വെച്ചെടുത്തൊക്കെ 12 GB റാം വെച്ചെടുത്ത് 8 ആയി. വില കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് അതെ, അത്യാവശ്യം വിലയുണ്ട് ആ ഫോണുകൾക്ക്. പുതിയ ഫോണിന് 4 GB റാം ഒക്കെ ഇറങ്ങുള്ളൂ. അങ്ങനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഈ 2 ഓഫർ നമ്മൾ വന്നിട്ടുണ്ട്. 15 17 ഒക്കെ കണ്ണും ജിബി എടുക്കാം. അതുപോലെ 17 ആണെങ്കിൽ ആപ്പിൾ വെള്ളം ചേർക്കൂല. കൂട്ടി വാങ്ങും. അല്ല, ആ ഒരു പ്രൈസിന് ഇത് കിട്ടും ചെയ്യാലോ. ഇപ്പോ ആപ്പിളിന്റെ ആ ഫോൺ 27,000 അല്ല, ആ 4 GB റാം നമ്മുടെ ഷസാം പ്രോ പറഞ്ഞ ഏത് 40,000 ആണോ 37,000 ആണോ ഞാൻ മറന്നുപോയി സത്യത്തില്. പക്ഷെ അതേ ഒരു റേഞ്ചിന് 10,000 രൂപയും കൂടെ കൂട്ടി കഴിഞ്ഞാൽ ഈ സാധനം മേടിക്കുക അത്രേ വരുന്നുള്ളൂ. അതും 17E അതുപോലെ തന്നെ ഐഫോൺ 15 എല്ലാം മേടിക്കുക. ഓക്കെ, 256 GB നമുക്ക് 2500 കൊടുക്കാം. 2500 256 GB ഐഫോൺ 50 വിത്ത് ഇന്റർനാഷണൽ വാറന്റി. 15 പ്ലസ് ഓക്കെ, 15 പ്ലസ് നമുക്ക് 128 GB ആണെങ്കിൽ 15 പ്ലസ് നമുക്ക് 2850 കൊടുക്കാം. 2500 കൊടുക്കാം. പിടിക്ക് 2500 ദിർഹത്തിന് 128 15 പ്ലസ്. ഓക്കെ, 256 GB 2850 കൊടുക്കാം. 2850 256 GB ഐഫോൺ 15 പ്ലസ് വിത്ത് 1 year ഇന്റർനാഷണൽ വാറന്റി. 16 പോവാണെങ്കിൽ ഐഫോൺ 16 128 GB കൊടുക്കുന്നത് നമ്മൾ 2450 കൊടുക്കും. ഐഫോൺ 16 2450 2450 കേട്ടോ. 50,000 രൂപയുടെ നോക്കുകയാണെങ്കിൽ 256 GB ആണെങ്കിൽ 2800 കൊടുക്കും. 2800 ദിർഹം 256 GB. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ 256 GB കൊടുക്കുന്നത് 16 എത്ര 2800. അതെ, അതിന്റെ കൂടെ എനിക്ക് ജസ്റ്റ് ഒരു 100 ദിർഹംസ് എക്സ്ട്രാ തരികയാണെങ്കിൽ ഞാൻ 17 തരും. ഓ മോനെ, അപ്പൊ ഐഫോൺ 17 അതെ, ഈ ഓഫർ കൊണ്ട് വന്നു പറഞ്ഞ വെറുതെ അല്ല. ഐഫോൺ 17 നല്ല ഓഫറിൽ തരാൻ പോകട്ടെ. ഓക്കെ, 100 ദിർഹം കൂടെ ഇതിൽ കൂട്ടി. പറയാം, തരാൻ ഏത് കളർ നിങ്ങൾക്ക് വേണ്ടേ? ഏത് കളർ കൊടുക്കും? 17 താഴെ വീണ് പറഞ്ഞിട്ട് കമന്റ് ഇപ്പം വരും. പിടുത്തം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ട് കളർ. ഓക്കെ, 3 വൈറ്റ്. ഓക്കെ, ഇനി ബ്ലാക്ക് വേണ്ടേ? ബ്ലാക്ക് മറ്റേ 4 കളർ. ഇനി വേണ്ട ഗ്രീൻ ഉണ്ട്. ഗ്രീൻ 5 കളർ ഐഫോൺ 17 സ്പെഷ്യൽ ഓഫറിലാണ് തരാൻ പോകുന്നത്. എത്ര കൊടുക്കാം? 2900 കൊടുക്കും. 2900. ലാവൻഡർ ഒഴികെ ബാക്കിയെല്ലാം ഒരു 25 ദിർഹംസ് വീണ്ടും കുറച്ച് കൊടുക്കും. അതെ, 2875 2875 ദിർഹത്തിന് ഐഫോൺ 17 256 GB വിത്ത് 1 year ഇന്റർനാഷണൽ വാറന്റി അടക്കം. വില കൂട്ടിയാലും എവർസിറ്റി വില കൂട്ടൂല കേട്ടോ. അതാ ഓഫർ നിങ്ങൾക്ക് കിട്ടില്ല. ഓഫർ ജപ്പാൻ സ്പെക്കൻ കൊടുക്കുകയും. അതെ, ജപ്പാൻ സ്പെക്കൻ നിങ്ങൾക്ക് തരും. സ്ഥാനം പിടിച്ചോട്ടോ. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഐഫോൺ 17 ആഗ്രഹമുള്ളവരൊക്കെ വേഗം വിളിച്ചോ. 512 മേടിക്കണ 3650 കൊടുക്കാം. 512 3650 കൊടുക്കാം. അതെ, 3650 ദിർഹം 512 GB ഐഫോൺ 17. ഇത് എയർ ആണ്. എയർ ഓഫ് 3100 കൊടുക്കും. 3100 ദിർഹത്തിന് ഐഫോൺ എയർ
എയർ എത്ര GB? 256 GB ഐഫോൺ എയർ കിട്ടില്ല എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് വില പറഞ്ഞത് 60 Pro Max എന്നാ പിടിക്കുക. 16 Pro Max കൊടുക്കുക. 60 Pro Max കൊടുക്കുക വിത്ത് 1 ഇയർ ഇന്റർനാഷണൽ വാറണ്ടി. അത് സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ വരുന്നത് ഡിസൈഡ് കളർ, എല്ലാവർക്കും വേണ്ട കളർ തന്നെയാണ്. കളർ നമ്മൾ കൊടുക്കുക 3925 കൊടുക്കും. പിടിക്കും 3925 ദിർഹത്തിന് നിങ്ങൾക്ക് ഐഫോൺ 16 Pro Max 256 GB 256 GB നിങ്ങൾക്ക് നല്ല പ്രൈസിനാണ് തരുന്നത്. അതും ഇപ്പോൾ 17 18 ഒക്കെ ഇനിയിപ്പോൾ 18 ഒക്കെ വരാൻ പോകുന്ന നിങ്ങൾക്ക് ഈസിമാണ്. ഇത് ഒരു ഇൻഡിവിജ്വൽ സിം പറഞ്ഞുതരാം. ഒരു സിം 5-6 പീസും കൂടെ ഉള്ളൂ. ആർക്കും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് വാങ്ങിക്കോ. ഇത് തീർത്തിട്ട് നമുക്ക് 18 ഇറക്കണ്ടേ. അതുകൊണ്ട് നിങ്ങൾ ഇത് തീർത്താലേ ഞാൻ 18 ഇറക്കുള്ളൂ. അത് മാത്രമല്ല സിം ഉപയോഗിക്കാൻ ഇതായിപ്പോ ഓപ്ഷൻ ഉള്ളൂ, ഓപ്ഷൻ ഒന്നും ഇല്ല. അപ്പൊ സിം ഉപയോഗിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഏകദേശം ദുബായിലെ ആൾക്കാരൊക്കെ 70 മേടിച്ചിട്ട് എല്ലാവരും ഈ സിം ആയിട്ടുണ്ട്, ആക്കി കഴിഞ്ഞു. അത് ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്നത് ഇത് 70 കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും കയ്യിൽ ഈ സിം ആവുമെന്ന് പറഞ്ഞു. കാരണം പെട്ടെന്ന് ഇറങ്ങുമ്പോൾ മാത്രം ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. ഇപ്പൊ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവരുടെ കൈപിടി ഈ സിം ആയി. ഈ സിം ആയി മക്കളെ. അപ്പൊ ഇതും കൂടെ നോക്കി വെച്ചാൽ അപ്പൊ 18 സീരീസ് ഒക്കെ വരാൻ പോകുന്നത് വേഗം മേടിച്ചു. ഓക്കെ, അടുത്ത അടുത്ത 17 പ്രോയിലേക്ക് പോവാം. ഓക്കെ, എന്നാ 17 പ്രോയിലേക്ക് പോവാം. 17 പ്രോ നമുക്ക് കൊടുക്കുക. 17 പ്രോ ഇത്തവണ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഓറഞ്ച് ബ്ലൂ ഓക്കെ ഇനി വൈറ്റ് 3 കളർ കൊടുത്തു. ഒറ്റ പ്രൈസാ? അതാ 3 കളർ ഒറ്റ പ്രൈസ്. വൈറ്റിന് വില കൂട്ടില്ല. ലേറ്റസ്റ്റ് ആയിട്ട് വരണല്ലോ. അതെ, ലേറ്റസ്റ്റ് ആണ്. അപ്പൊ നമ്മള് 17 പ്രോ ഒക്കെ മേടിക്കാൻ നല്ലൊരു അവസരമാണിത്. 17 പ്രോ നിങ്ങൾ വിചാരിക്കണേക്കാളും കുറച്ച് പ്രൈസ് തരും. എത്ര കൊടുക്കും നമ്മള്? 17 പ്രോ ഒക്കെ വീണ്ടും കഴിഞ്ഞ വീക്കിൽ നല്ല വില കൂടിയിട്ട് 4100 വരെ എത്തിയതാ. ഈ വീക്കിൽ നമ്മള് വില കുറച്ചിട്ട് 3850. മോനെ 3850 കുറച്ചെന്നില്ലാന്ന് മാത്രം പറയണ്ട. 3850 ദിർഹംസിന് 17 പ്രോ 256 GB. അത് ജപ്പാൻ 1 ഇയർ വാറന്റിയുള്ള സാധനം തന്നെ കൊടുക്കും. അതെ, ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം അതിൽ വീഡിയോയിൽ അഡീഷണൽ ആയിട്ട് കമന്റ് ചെയ്തേണ്ടി വന്നു. പ്രൈസ് കൂടിപ്പോയിട്ടുണ്ട്, ഇത് വിളിച്ചിട്ട് മാത്രം വരുന്നത്. ഇത് പ്രത്യേകം പറയാം. ഞാനൊരു 2-3 ഡേയ്സ് മാത്രമേ ഈ ഓഫർ തരുള്ളൂ. അപ്പൊ അധികം ഈ വീഡിയോ കണ്ടിട്ട് 4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ റേറ്റിന് തരാൻ സാധിച്ചെന്നില്ല. സ്റ്റോക്കിന്റെ തരും, ഇല്ലെങ്കിൽ 2-3 ദിവസം മാത്രമേ ഈ ഓഫർ കിട്ടും. അതെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വീഡിയോ ഇട്ട് 2-3 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അല്ലെങ്കിൽ തന്നെ നമ്മൾ അതിന്റെ അടിയിൽ കമന്റോ കാര്യങ്ങളോ എന്തെങ്കിലും പിക്ക് ചെയ്ത് തന്നെ വില കൂടുക കുറയോ ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു കിടല അവസരമാണ്. വിത്ത് 1 ഇയർ ഇന്റർനാഷണൽ വാറന്റി അടക്കം നിങ്ങൾക്ക് ഐഫോൺ 17 പ്രോ 3850 3850 ദിർഹത്തിനാണ് മക്കളെ. ഓക്കെ, ഡൺ. ഇതിന്റെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. 4700 കൊടുക്കാം. 4700 ദിർഹത്തിന് 512 1 TB ആണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. എത്ര കൊടുക്കാം? 5550 5550 ദിർഹത്തിന് നിങ്ങൾക്ക് 17 പ്രോ 1 TB നിങ്ങൾക്ക് വരും. ഓക്കെ, അടുത്ത ഇനി 17 പ്രോ മാക്സ് എന്നാ പോട്ടെ. 17 പ്രോ മാക്സിലേക്ക് പോട്ടെ. 17 പ്രോ മാക്സ് നമുക്ക് അപ്പൊ ഇതെല്ലാം കുറച്ച് കൊടുക്കട്ടെ. അതെ, കഴിഞ്ഞ വീക്കിൽ 4350 കൊടുത്തേ. അതെ, 4350 4300 ഒക്കെ കൊടുത്തേ. ഈ വീക്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. 150 ദിർഹംസ് കുറച്ചോ. 150 ദിർഹം കുറച്ചു. 150 ദിർഹം 17 പ്രോ മാക്സ് കുറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണ്ടിച്ച വേഗം 150 ദിർഹം കുറച്ചിട്ട് അപ്പൊ നമ്മൾ കൊടുക്കുന്നത് 4000 കുറച്ച് എത്ര 4300 സ്പെഷ്യൽ ഓറഞ്ച് ആണെങ്കിൽ 25 കുറച്ച് മോനെ 4125 കൊടുക്കും. 4125 അപ്പൊ 150 ദിർഹാണ് 17 പ്രോ മാക്സിൽ കൊടുത്തിരിക്കട്ടോ. 256 ഇന്റർനാഷണൽ വാറണ്ടി 4175 ദിർഹം അല്ലേ? ഇതിനൊക്കെ വില കൂടിയപ്പോ നല്ലോണം വില കൂടി. നമ്മളിപ്പോ കൊടുക്കുന്ന നോക്കണ്ട. ഇത് നമ്മൾ വരുമ്പോൾ ഒരു അറിയിക്കണല്ലോ. അതൊരു അറിയിക്കലാണ്. പിന്നെ വേറെ കാര്യം, നമ്മളെപ്പോഴാണ് ഓഫർ പറഞ്ഞത് ആ സമയത്ത് തന്നെ വന്ന് വാങ്ങാൻ. അതെ, പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത് വില ഏത് നിമിഷം കൂടാം, ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം വന്നത്. 2-3 ദിവസം മാത്രമേ ഈ റേറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ തന്നെ വില കൂട്ടിയിട്ട് ഇടുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീക്കിൽ കുറച്ചിട്ട് തന്നാൽ ഈ വീക്കിൽ തരണം എന്ന് പറഞ്ഞാൽ തരാൻ സാധിക്കില്ല. കിട്ടിയാൽ നിങ്ങൾക്ക് തന്നിരിക്കും, പക്ഷെ കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾ സഹകരിക്കുക. അതുകൊണ്ട് വില ഓഫർ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വന്നിട്ട് വാങ്ങിക്കും. അതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതേപോലെ ഇത് ഇപ്പം നമ്മുടെ കഴിഞ്ഞ 3-4 വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം. ഒരു പ്രാവശ്യം വളരെ കുറഞ്ഞു, ഈ പ്രൈസിലേക്ക് എത്തി, പിന്നെ ഒന്ന് കൂടി, പിന്നെ ഇപ്പം ഒന്ന് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വാങ്ങാൻ എപ്പോഴും ആഗ്രഹം നിങ്ങൾ നോക്കേണ്ട. പൈസ അനുസരിച്ച് റെഡി ആക്കിയിട്ട് ഇപ്പം തന്നെ മേടിച്ചോ. 17 പ്രോ മാക്സ് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു ചാൻസ് ആണ്. അതേപോലെ തന്നെ കമന്റ് നമ്മളിപ്പോൾ കുറച്ച് ഇടാത്തതുകൊണ്ട് കമന്റ് ഇടാൻ കുറച്ച് മടിയുണ്ടോ സംശയമുണ്ട്. കമന്റ് ഇടാൻ മറക്കണ്ട. കമന്റ് ഇപ്രാവശ്യം സ്പെഷ്യലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്മൈലിയെങ്കിലും ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. പ്രത്യേകം നോക്കി ഇത്തവണ നിങ്ങൾ സ്മൈലി ഇട്ട് കമന്റ് ബോക്സ് നിറച്ചത് സപ്പോർട്ട്. നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് ആവുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് ഒരു 1 വേ ആക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും പോണ വണ്ടി. 1 വേ ഇല്ലാതെ നിങ്ങൾ ഒരു സ്മൈലൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുക. അതാവുമ്പോൾ ഇതിന് നല്ല ഓഫർ ആയിട്ട് വീണ്ടും ഇങ്ങനെ വന്നോണ്ട് കിട്ടാം. നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. 18 പ്രോ മാക്സും ആരൊക്കെ വെയിറ്റ് ചെയ്യുന്ന എഴുതിക്കോ. അതേപോലെ വേറെയുള്ള ഏതൊക്കെ ഫോണുകൾ നിങ്ങൾക്ക് വേണമെന്ന് എഴുതിക്കോ. നിങ്ങൾ ഏത് ഫോണാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന എഴുതിക്കോ. അങ്ങനെ എന്ത് കമന്റ് വേണം നിങ്ങൾ എഴുതിക്കോ. നിങ്ങൾക്ക് നമ്മൾ വല്ല കിഡിലെ ഓഫർ തരുന്നതായിരിക്കും. അതുപോലെ BBA 5200 5100 കഴിഞ്ഞ വീക്കിൽ നമ്മൾ
70 Pro Max 512. ഓക്കെ, ഈ വീക്കിൽ ഞാൻ 5000 ചൂടെ കൊടുക്കും. 5000 ചൂടാക്കി 4999 പിടിക്കുക. ബാറ്ററി പറഞ്ഞ മാതിരി ഭക്ഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ ഇതേമാതിരി ഒരു കളി ഉണ്ടല്ലോ. അപ്പൊ 4999 dirhams കൊടുക്കാൻ പോവാണ്. 512 GB മെമ്മറി കുറവാണെന്ന് പറയണ്ട. 512 GB വെറും 5000 dirhamsന് കൊടുക്കുന്ന അവർ കേട്ടില്ല, പെട്ടെന്ന് കൂടി വന്നു. അതെ, 4999 dirhamsന് 1 year ഇന്റർനാഷണൽ വാറന്റി അടക്കം. 17 Pro സ്പെഷ്യൽ ഓഫർ, 17 Pro 512 GB. ഓക്കെ, 1 TB നമ്മൾ അതും നല്ല സ്പെഷ്യൽ തരാം. ഓക്കെ, 1 TB നമ്മൾ കൊടുക്കാൻ പോകുന്നത് 1 TB ഒരു കാര്യം ഓറഞ്ച് സ്പെഷ്യൽ പ്രശ്നം തരാം. ഓറഞ്ച് സ്പെഷ്യൽ വണ്ടി പിടിച്ചിട്ട് പോയി 5800 കൊടുക്കും. 5800 1 TB 5800 dirhamsനാണ് തരുന്നത്. നല്ല ഓറഞ്ച് സ്പെഷ്യൽ കളറാണ്. ആപ്പിൾ സ്റ്റോറിൽ നിങ്ങൾ 6800 ഉണ്ടോ? 6850 1950 dirhams ആണ് 512. അതിൽ 150 dirhams കുറച്ചിട്ട് 512 1 TB ആണ് കൊടുക്കുന്നത്. അതാണ് കളി കേട്ടോ. 10,000 dirham കുറച്ചിട്ടാണ് മക്കളെ. അപ്പൊ 1 TB 17 Pro Max വിത്ത് ഇന്റർനാഷണൽ വാറന്റി അടക്കം കൊടുക്കണേ അല്ലേ? ഐഫോൺ മാത്രം പറഞ്ഞൊരു പരാതി വേണ്ട. സാംസങ് നല്ല ഓഫർ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ സാംസങ്ങിൽ S25 Ultra S25 Ultra സാംസങ് ആരാധകരുണ്ടോ? S25 Ultra 25 Ultra 2950 ഉണ്ടായ സാധനമാണ്. ആ സാധനം ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് 25 Ultra 25 FE നല്ല വില കുറച്ച് തരാം. 25 FE തരുന്നത് വെറും 1800. നമ്മുടെ ഗാലക്സി S25 FE ആഗ്രഹിക്കുന്ന ഒരുപാട് പേര്. S25 വേണ്ടാക്ക് 128 GB ആണെങ്കിൽ 1900 കൊടുക്കും. S25 ചെറിയ ഫോൺ S25 വേണ്ടവർക്ക് ആഗ്രഹമുള്ളവർക്ക് എത്ര കൊടുക്കും? 1900 കൊടുക്കും. 128 256 GB ഉണ്ടെങ്കിൽ 2300 കൊടുക്കും. 2300. അപ്പൊ S25 വേണോ? സാംസങ്ങിനും ഇതേപോലെ വില കുറച്ചിട്ടുണ്ട്. സാംസങ്ങിന്റെ വില നിങ്ങൾ കേട്ട് ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് നമ്മൾ S25 Ultra വില പറയാം. 25 Ultra 2850 സാധനം നമ്മൾ കൊടുക്കാൻ പോകുന്നത് 2675. മോനെ എത്ര? 2850. ഇപ്പോൾ നാട്ടിൽ ഓൺലൈൻ നിങ്ങൾ റേറ്റ് നോക്കിക്കോ. ഇവിടുത്തെ റേറ്റ് വരുന്നത് 2675 × 2550 പോട്ടെ 26 നമുക്ക് കൂട്ടാം. പോട്ടെ എടുത്തു. ഈ 2675 × 26 70,000 ദിറംസിന്റെ താഴത്താണ് നിങ്ങൾക്ക് 25 Ultra അതും TDR 1 year വാറന്റിയുള്ള മുതൽ തരുന്നത്. അതുകൊണ്ടാണ് കിട്ടാൻ ഫ്ലൈറ്റ് കുഴപ്പമില്ല, പെട്ടെന്ന് നിർത്തോ. 2675. മോനെ ഇപ്പോഴും വില 1,30,000 1,20,000 1 ലക്ഷം എന്തായാലും ഉണ്ടാവും നാട്ടിൽ. അതാണ് വെറും 69,000 ചില്ലർക്ക് തരുന്നത്. 2675 ദിറത്തിന് S25 Ultra ഉണ്ടാ. അതും TDR ആണ്. നിങ്ങൾക്ക് സാംസങ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം TDR-നെ മേടിക്കാന്ന്. ഓക്കെ, അപ്പൊ അതും നമുക്ക് കിട്ടില്ല ഓഫറിൽ. ഫ്ലൈറ്റ് പിടിച്ചു വന്നാൽ നഷ്ടം വരില്ല. അതെ, നാട്ടിൽ ഒരു 1000 ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്താൽ വന്നാൽ നഷ്ടം വരില്ല. അതന്നെ 512 GB ആണെങ്കിൽ നമുക്ക് 3200 കൊടുക്കാം. 3200 ദിറത്തിന് 512 GB. ഓക്കെ, പിന്നെ അടുത്ത 26 Ultra പോവാം. 26 Ultra നമുക്ക് 26 Ultra പറയുന്ന മുന്നേ 26 പറയും. അതെ, നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അത് എടുത്തിട്ടുണ്ട്. S26 Ultra പറയണ്ടേ? S26 ഓക്കെ, രാത്രി കട ക്ലോസ് ചെയ്യാൻ പോകുന്ന സമയത്ത് വരികയും ചെയ്യും. എന്നാലും നമ്മൾ ഓഫർ തരാം. S26 ആണ് 2500 256 GB. 2500 ദിറത്തിന് 256 GB. 512 ഉണ്ടാക്കി 2900 കൊടുക്കും. 2900 ദിറത്തിന് 512 GB. ഇനി അതെല്ലാം നിങ്ങൾക്ക് 26 Ultra ആണ്. 26 Ultra ഓക്കെ, എത്ര വേണം നിങ്ങൾ പറയും. എത്ര 3150 കഴിഞ്ഞ വീക്ക് അതെ ഒരു 100 പോസ്റ്റ് മോനെ 3050 ദിറത്തിന് ഇട്ടാ. ഇപ്രാവശ്യം ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആട്ടോ. അഷ്കർക്ക് വന്നതിന്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് 3050 ദിർഹത്തിനാണ് S26 Ultra വന്നിരിക്കുന്നത് മക്കളെ. ഇതിൽ ഒന്നിന് മാത്രമല്ല പ്രാവശ്യം കൊണ്ടിരിക്കുന്നത്. 17 Pro Max, S26 Ultra, S25 Ultra, FE എല്ലാം സാംസങ് പോയിട്ട് ഐഫോൺ മാത്രമല്ല വരുന്നത്. 17 ലൈൻ എടുക്കുവാനും സാംസങ് കണ്ടുപിടിക്കുന്നില്ല. അപ്പൊ മക്കളെ ഇപ്രാവശ്യം ഓഫർ എന്ന് പറഞ്ഞാൽ വേറെ കിഡില്ല ഓഫറിനാട്ടാ അല്ലേ? നമുക്ക് സ്പെഷ്യൽ ഓഫർ ഒന്നും കൂടി വില കുറച്ച് കൊടുക്കാൻ. ഏത് 26 Ultra പിന്നെ വില കുറയ്ക്കുക? ഇടയിൽ കൂടെ നമ്മൾ വീണ്ടും വില കുറയ്ക്കാൻ പോകണ്ട. S26 Ultra എത്ര? ഒരു 25 dirhams വീണ്ടും 3020 എടുക്കാം. 3025 3025 ദിറത്തിന് TDR 256 GB S26 Ultra ടാ. അപ്പൊ S25 Ultra S26 Ultra രണ്ടും കിടില ഓഫറിലാണ് പ്രാവശ്യം തരുന്നത്. വേറെ സർപ്രൈസ് ഓഫർ. ഓക്കെ ഡൺ. അടുത്ത 512 കൊടുക്കും. 3900 3900 ദിറത്തിന് 512 GB S26 Ultra 1 TB ഇല്ല ഫോൾഡ്. ഓക്കെ, എന്നാ ഫോൾഡ് എടുക്കാം. നാളെ സാധനം വരും. നല്ല ബെസ്റ്റ് റേറ്റ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഫോൾഡിന് എന്താ വില
അല്ല ഫോൾഡ് എന്താ പറയുക? 12GB റാമുള്ള TDR സ്റ്റോക്കാണ്. നല്ല ബെസ്റ്റ് റേറ്റ് കൊടുക്കുക 5200 5300 ഒക്കെ ഉള്ളതാണ്. ഇപ്പൊ നമ്മൾ കൊടുക്കാൻ വന്നത് 4800. 4800 ദിർഹത്തിന് നിങ്ങൾക്ക് ഫോൾഡ് 7 Galaxy S ഫോൾഡ് 7. ഇപ്പൊ നിങ്ങൾ ഫോൾഡ് പറയാത്തോണ്ട് മോഹൻലാൽ വീഡിയോ കാണുന്നില്ല എന്നൊരു കംപ്ലൈന്റ് ആരാധകർ അവർക്ക്. അപ്പൊ വേറെ കാര്യം ചോദിക്കട്ടെ, ഇത് ഫോൾഡ് 7 ഫോൾഡ് 6 ഫോൾഡ് 5 ഒക്കെ, ഇത് ഫോൾഡ് 6 അല്ലേ, 7 അല്ലേ? ഫോൾഡ് 6 ഫോൾഡ് 5 ഫോൾഡ് 4 ഒക്കെ വന്ന സമയത്ത് ഇത് ഒരുപാട് പ്രാവശ്യം മടക്കി കഴിഞ്ഞ ചെറിയ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഈ ഫോൾഡ് 7 എന്താ അവസ്ഥ? അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഇതുവരെ വന്നിട്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. തന്നെ കേൾക്കണമെന്നുണ്ടായിരുന്നു. ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഒരു കംപ്ലൈന്റ് വേണ്ടി വന്നില്ല. കാരണം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ കംപ്ലൈന്റ് അടുത്ത അവർ കവർ ചെയ്യും. അവർ 2 വർഷം അവർ ഇറക്കി കഴിഞ്ഞാൽ അപ്പൊ 3ാമത്തെ വർഷം അതേ കംപ്ലൈന്റ് വന്നിട്ട് കമ്പനി കൂട്ടി പോകില്ല. പ്രത്യേകിച്ച് സാംസങ് ആണ് സാധനം, അങ്ങനെ വിടൂലല്ലോ. അതെ, ഫോൾഡ് 7 അങ്ങനെ കംപ്ലൈന്റ് കോപ്പി അടിക്കാൻ പോകുന്നുണ്ട് നമ്മൾ ആപ്പിള്. ഫോൾഡ് തമ്മില മത്സരം. ഫോൾഡ് വേറെ ലെവലായിരിക്കും. ഫോൾഡ് 7 ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഫോൾഡ് 7 ഒരു പ്രശ്നമായിരുന്നു അത്. പക്ഷേ ഫോൾഡ് 6 5 ഫോൾഡ് 6 അത്ര ഉണ്ടായിരുന്നില്ല. ഫോൾഡ് 7 വന്നപ്പോൾ 100% പക്കയാണ്. ഇപ്പോൾ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമുക്ക് 1000 പ്രാവശ്യമല്ല, 10000 പ്രാവശ്യമല്ല, 20000 പ്രാവശ്യം വേണമെങ്കിലും മടക്കി തിരിച്ച് ഉപയോഗിക്കുക ഫോൾഡ് 7. അപ്പൊ എത്ര പ്രൈസ് നിങ്ങൾ? 4800 ദിർഹത്തിന് 256 GB TDR വിത്ത് 1 year സാംസങ് വാറന്റി കിട്ടും. അതുപോലെ ഇനി ബഡ്ജറ്റ് ഫോൺ ലാസ്റ്റ് ഇറങ്ങിയ ഫോണാണ് A57. ഇതിനൊക്കെ 1550 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ 1350 കൊടുക്കും. 1350 256 GB A37 ഇറങ്ങിയിരിക്കുന്നത്. അതിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടില്ല. അത് ഒന്നും കൂടി വില കുറച്ചിട്ടുള്ള 1150 കൊടുക്കാം. 1150 ദിർഹത്തിന് ഇതും പിടിച്ചു. A37 ഇത് 2 5G അല്ലേ? ഇനി അതല്ല, അതിലും നല്ല 5G മാത്രമേ ഉള്ളൂ. ഇത് ഹോണറിന്റെ ഇത് ഐഫോണാ? നമ്മളെ പാവങ്ങൾ ഐഫോൺ ഇത് എവിടെയോ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല ഈ മോഡല്. അതല്ല, ഇത് രണ്ട് അതാ ഇവിടെ 2 എണ്ണം. ആപ്പിൾ 2 എണ്ണം ഇറക്കി കഴിഞ്ഞാൽ ഹോണറുകാർ എപ്പോൾ 2 എണ്ണം ഇറക്കും കേട്ടോ. സെയിം സാധനം ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഹോണറിന്റെ അതേ സാധനം അടിപൊളിയാണ് കേട്ടോ. സാധനം ഒരു നരിയാണ്. പ്രത്യേകത 7500 mAh ആണ് ബാറ്ററി. ഇത് ഒറിജിനൽ സാധനമല്ലേ? ഫോട്ടോയിൽ അതുപോലെ 1.8 m അതുപോലെ IP64 വാട്ടർ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. അത് AI ബട്ടൺ സ്മാർട്ട് ബട്ടൺ സംഭവമാണ് കേട്ടോ. അത് പ്രത്യേകം ഫാസ്റ്റർ ആണ്. അതുപോലെ തന്നെ 50 മെഗാ ഡുവൽ ക്യാമറ ആണ് വരുന്നത്. ഫോട്ടോ എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ വേറൊന്നല്ല, ഇത് കാണാൻ ഒരു ലുക്ക് നല്ലത്. അതിന്റെ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും. TDR സാധനമാണ്, TDR അപ്രൂവൽ സാധനമാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ വില ഒന്നും വലിയ എത്ര GB റാം കുറവൊന്നുമില്ല, നല്ല വിലയുണ്ട്. റാം വരുന്നത് 12 GB റാം വരുന്നുണ്ട്, 256 GB മെമ്മറി വരുന്നുണ്ട്. അപ്പം വില ഇപ്പൊ നമ്മൾ നല്ലൊരു ഓഫർ തരാം. അപ്പൊ സ്റ്റാർട്ടിങ് ഇത് ഇന്നലെ ഇറങ്ങിയ ഫോണാണ്. അപ്പൊ ഇന്ന് ഒരാഴ്ച വരെ നമ്മൾ ഈ ഒരു ഫോണ് 725 ദിർഹംസിന് ഓഫർ കൊടുക്കും. 725 ദിർഹത്തിനാണ് ഈ ഒരു ഹോണർ 7C X7E അല്ലേ? ഇപ്പോ ഐഫോൺ തന്നെ പക്ക ഐഫോൺ ഹോണർ X7E. നിങ്ങൾ ബട്ടൺ കാര്യങ്ങളൊക്കെ ഉള്ള സാധനം റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടോ. പ്രൈസ് നിങ്ങൾക്ക് ഏറ്റവും വിലക്കുറവിൽ നമ്മൾ ഇതാ ഇറങ്ങിയിട്ടുള്ളൂ. ഇതിപ്പോ വന്നോ? സാധനം വന്നോ? ഇറങ്ങിയിട്ട് സാധനം ഉണ്ട്. സാധനം ഇവിടുത്തെ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾ റിവ്യൂ ഒക്കെ നോക്കിക്കോ. നല്ല ഇത് 5G 4G ഇത് വരുന്നത് 4G ഫോണാണ്. ഹോണർ X7E വെറും 725 ബെറ്റർ ഓഫർ. അതെ, അപ്പോൾ 725 ദിർഹത്തിന് ഇത് മേടിച്ച മക്കളെ നല്ല കിട്ടിയ സാധനം. ക്യാമറ കാണിച്ചു നോക്കട്ടെ. എന്തായാലും ഇത്രയും പറഞ്ഞല്ലേ, ഇത്രയും ക്യാമറ അഷ്കർക്കാനെ ഫോട്ടോ എടുക്കട്ടെ. വരിക ലുക്ക് ഞങ്ങൾ എപ്പോഴും ലുക്ക് തന്നെ അവിടെ. ഇതാണ് നോർമൽ ഫോട്ടോ. ഇനി പോർട്രേറ്റിൽ ഒരു ഫോട്ടോ എടുത്തു തരാം. പോർട്രേറ്റിൽ ഒരു ഫോട്ടോ ഇതുണ്ട് കേട്ടോ. അതുപോലെ AI എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. ഞങ്ങൾ നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി ക്ലിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോർട്രേറ്റിൽ നല്ല പോർട്രേറ്റ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാണില്ല. നല്ല കിടിലം പോർട്രേറ്റും കാര്യങ്ങളൊക്കെയാണ്. അവിടുത്തെ AI ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊരു ബട്ടൺ ഉണ്ട്, AI ബട്ടൺ. അത് ഏത് ബട്ടൺ അഷ്കർക്ക? അതാണോ? ഇത് ടാഗ് വിത്ത് ഗൂഗിൾ വിത്ത് ദ പവർ ബട്ടൺ എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്. ഓക്കെ, അവിടെ ഉണ്ട്. ഇത് തന്നെ ഈ പരിപാടികളൊക്കെ ആയിട്ട് നല്ല കിടില സാധനമാണ്. ബിൽഡ് ക്വാളിറ്റി ഒക്കെ കൊള്ളാം, നല്ലതാണ്. അപ്പോൾ വാങ്ങാൻ ആഗ്രഹമുള്ളവരൊക്കെ വേഗം നോക്കിക്കോ. നല്ല കിടിലം ഫോണ് 725 ദിർഹത്തിന്. AI ബട്ടൺ. അതെ,
അവർ പരസ്യം കൊടുത്തിരിക്കുന്നതിന് അതാണ്. ഓക്കെ. അപ്പോൾ വേറെ എന്തായാലും അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. വേറെ ഫോണെല്ലാം ഉണ്ട്, പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം, നെക്സ്റ്റ് വീക്കിൽ ഒന്ന് ഉഷാറായിട്ട് പറയാം. അതെ, ഒന്നുകൂടെ ഉഷാറാക്കി. നാട്ടിൽ നിന്ന് പകുതിയെ വന്നിട്ടുള്ളൂ. അതെ, പകുതി അടുത്ത ഒന്നും കൂടെ ഊർജ്ജസ്വലമായിട്ട് നമ്മൾ ഫുൾ ആയിട്ട് വരാം. അപ്പോൾ അതിലും ഡിസ്കൗണ്ട് നമ്മൾ തരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഡിസ്കൗണ്ട് എന്ന് പറയാൻ പറ്റൂല, ചിലപ്പോൾ ഇതായിരിക്കും ബെറ്റർ ഓഫർ. അത് പറയാൻ പറ്റില്ല, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ വീക്കിലുള്ളതിൽ ഇപ്പോഴുള്ള ഏറ്റവും ബെസ്റ്റ് ഓഫർ ഇതാണ്. നമ്മൾ എപ്പോഴാണോ പ്രൈസ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടോ പെട്ടെന്ന് കയറി മേടിക്കുക. ഇതേ നാളെ നമ്മൾ വന്നിട്ട് വില കൂടി പറയേണ്ടി വരും. വേറെ ഒരു സ്പെഷ്യൽ ഓഫറിംഗ് ഒക്കെ ഉണ്ട്. നിങ്ങളെ പഴയ ഫോൺ നമ്മൾക്ക് കൊണ്ടു തന്നാൽ ഇതാ ഒരുപാട് ഫോൺ ഇതാ ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ പഴയ ഫോൺ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ ബാക്കി ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ബ്രാൻഡ് മൊബൈൽ വാങ്ങാം. ബാക്കി നിങ്ങൾക്ക് സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ BBAയിൽ കൊടുക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. പഴയ ഫോൺ വന്ന് പുതിയ ഫോൺ മാറ്റാം. എക്സ്ചേഞ്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ UAE അവിടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ സാധനത്തും. പിന്നെ എന്താ പറയുന്നത് ചോദിച്ചാൽ 2-3 മാസം കൂടി ഉള്ളൂ ഇനി 18 Pro സീരീസ് ഒക്കെ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ 18 Pro സീരീസ് കുറച്ച് വില കൂടുന്നുണ്ടെന്ന് പറയാനുണ്ട്. നിങ്ങളുടെ അഭിപ്രായം? കൂടുണ്ട്. AI ചിപ്പ്, അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം പറഞ്ഞത് ചിലപ്പോൾ ഈ ഓഫറായിരിക്കും ബെറ്റർ ഓഫർ എന്ന് പറയാൻ കാരണം AI ചിപ്പിന് നല്ലോണം കൂടി. ഓൾറെഡി ലാപ്ടോപ്പ് ഒക്കെ റാമിന് വില കൂടി. നമ്മള് റാമൊക്കെ 50 റംസിനൊക്കെ നമ്മൾ ഇത് ക്രോം ബുക്ക് കൊടുത്തിരുന്നു. അതെ, 50 റംസിന് വില കുറച്ചിട്ട് ആ സാധനമൊക്കെ ഇപ്പോൾ 100-150. റാമിന് മാത്രം 50 രൂപയായി. 50 റംസ്. അപ്പോൾ അത് എങ്ങനെ കൊടുക്കാം, അവര് എങ്ങനെ തരും? അപ്പോൾ അതൊക്കെ ഇപ്പോൾ ആരും ക്രോം ബുക്ക് ഒക്കെ ഓഫർ ഇടുന്നില്ല. വേറെ നല്ല വില കൂടിയുണ്ടാണ്. അപ്പോൾ ചെറിയ ലാപ്ടോപ്പ് 200-300 കൊടുത്ത ലാപ്ടോപ്പ് ഇപ്പോൾ 400-500 റംസ് ഒക്കെ ആയി. അപ്പോൾ പിന്നെ റാം ഫോണിന് എഫക്റ്റ് ഉണ്ട് ഉറപ്പായില്ല. അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ സംഭവം. ഇപ്പം ഒന്നുമല്ല, ഇതൊക്കെ ഫോൺ ഇറങ്ങുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് ഇറങ്ങിയത് ആദ്യം 8 GB ഇറങ്ങിയത്. ഇപ്പൊ ഇറങ്ങാൻ പോകുന്നത് 4 GB. ഒരു ഫോൺ മാത്രമല്ല, എല്ലാ ഫോണിലും വില കൂട്ടിയാലും വാങ്ങാൻ ആളും. ഇങ്ങനത്തെ ഈ കുറച്ചൊരു വില കുറഞ്ഞ കമ്പനി, അതായത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള കമ്പനികൾ വില കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കമ്പനിക്ക് ബാധിക്കും. അപ്പൊ അവർ ചെയ്യുന്നത് വെച്ചാൽ റാം അതുപോലെ പ്രൊഡക്ഷനിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ട് അതേ വിലക്ക് കൊടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതാണ് ഇപ്പൊ വ്യത്യാസം. അപ്പൊ എന്തായാലും ഇതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ റാമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫോൺ എടുക്കുന്നവർ റാം നോക്കുക. റാം എന്ന് പറഞ്ഞാൽ സ്പീഡും കാര്യങ്ങളൊക്കെ വില മാത്രം നോക്കി എടുക്കുന്ന കാലം കഴിഞ്ഞു. അതെ, റാം നോക്കി എടുക്കുക. റാം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കുക, റാം നോക്കുക. ഇല്ല നമ്മളെ പോലത്തെ ആളുകൾ എന്തായാലും കറക്റ്റ് ഞങ്ങൾ വരുന്ന ആൾക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇത് ഓരോ ദിവസം 2 ദിവസമൊക്കെ അല്ല, കാരണം ലൈഫ് ആയിട്ട് വേണ്ടതാണ്. 1, 2, 3 വർഷമൊക്കെ ഉപയോഗിക്കേണ്ട ഫോണാണ്. അപ്പോൾ ഹാങ് ആകാൻ പാടില്ല. പണ്ടൊക്കെ ഇങ്ങനെ തിരിയലാണ്. ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ കുറയാൻ കാരണം റാം കൂടിയുണ്ടാണ്. അപ്പോൾ വീണ്ടും ആ ഒരു ഇതിലേക്ക് പോകാൻ പോകുന്നുണ്ട്. തിരിയാനൊക്കെ ഇനി തുടങ്ങും. കാരണം റാം പറഞ്ഞാൽ തന്നെ പ്രശ്നമാണ്. റാമാണ് ഇമ്പോർട്ടൻ്റ് ഫോണിൻ്റെ ഒരു ഹൃദയം എന്ന് പറഞ്ഞ പോലെയാണ്. ആ റാമിൽ എന്തെങ്കിലും വെള്ളം ചേർത്താൽ പ്രശ്നം തന്നെയാണ്. അപ്പോൾ റാം കുറഞ്ഞ ഫോണ് വില നോക്കണ്ട, ഒരു 100-200 കൊടുത്തിട്ട് നല്ല തന്നെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻ. അതെ, അതാണ് എല്ലാവരും ഓപ്ഷൻ. ഒരു അഡ്വൈസ് നിങ്ങൾ അതിനെ മേടിക്കുക. അപ്പോൾ 18 സീരീസ് ഒക്കെ വേണ്ടവർ വെയിറ്റ് ചെയ്യുന്നവർ കമൻറ്റ് എഴുതുക. അപ്പോൾ നമ്മൾ എന്തായാലും അതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന കിഡ്ലെ സാധനമാണ് വരുന്നത്. അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ എന്തായാലും ഓക്കെ. താങ്ക് യു. ഓക്കെ, അടുത്തതിൽ നമുക്ക് ഒന്നും കൂടെ പ്രൈസ് കുറച്ചിട്ട് ഉഷാറാക്കാം. ഓക്കെ.